കുറേ ദിവസത്തിന് ശേഷം ഞാൻ കുഞ്ഞു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കാണും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. ഇതാ എൻ്റെ മുളകൊക്കെ ഇല്ലേ ആരോ കടിച്ചത് നിന്നുണ്ട്, ഒരൈഡിയ കേട്ടോ. ഭാഗ്യത്തിന് കുറച്ച് ദിവസം മുമ്പ് കുറേയൊക്കെ പറിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. ഒരാൾ മുഖത്തുള്ള ഫേസിലെ സന്തോഷം എന്താണെന്നറിയോ? എൻ്റെ ചെടി പറിച്ചതിൻ്റെ സന്തോഷമാണ്. പിന്നെ ഇന്നിതാ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ചോറുണ്ടാക്കലേട്ടാ. ചോറുണ്ടാക്കിയിട്ട് കുറേയായി. ഇന്ന് ചോറുണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഇതാ വെണ്ടയ്ക്കയും കുമ്പളങ്ങയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുമ്പ് ആദ്യം നമുക്കൊന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പുട്ടും കടലക്കറി കേട്ടോ. അങ്ങനെ ഇതാ ഞാനൊന്ന് സേനം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കല്ല കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 വർഷമായി. പക്ഷേ ഇതൊന്നും ഞാൻ ഒരു പ്രതീക്ഷ പോലെ ഒരു ഇൻകം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരു സിംഗിൾ പേരൻ്റാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ക്യാഷ് അത്യാവശ്യം കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മെൻറ്ററായിട്ട്. പക്ഷേ അവിടെ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സാലറിയോ കാര്യങ്ങളോ എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തട്ടിക്കുട്ടി പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോയാൽ മാത്രം പോരാലോ. എനിക്ക് 2 മക്കളുണ്ട്, അവരെ കാര്യങ്ങൾ ഞാനാ നോക്കാനുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക്. അപ്പോൾ പിന്നെ ഈ ഒരു ഇൻകം മാത്രം മതി എല്ലാമെന്ന് എനിക്കറിയാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാട്ടോ എന്തെങ്കിലും ചെയ്യാന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കുഞ്ഞു ഓൺലൈൻ ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഡെയിലി വെയറും അതേപോലെ വലിയവരും ഡ്രസ്സൊക്കെ ആയിട്ടാട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനല്ല, ഇപ്പോഴത്തെ കാലത്ത് ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും ഒരു സ്ഥാനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, നമ്മളെ കുട്ടികളെ വളർത്തണമെങ്കിൽ അതിൻ്റേതായ ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളും അല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാര്യങ്ങൾ മാത്രമല്ല, കുറച്ച് കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടത്താനും ക്യാഷ് വേണം. അപ്പം പിന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പിന്നെ പുറത്ത് പോയിട്ട് എനിക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സയ്യാൻകുട്ടനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോക്ക് നടക്കില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലിരുന്നിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുകയും ചെയ്യും. പിന്നെ ഇതാ നമ്മൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ തുടങ്ങി കേട്ടോ. ഇന്നിതാ അടിപൊളി പച്ചടീൻ്റെ സ്പെഷ്യൽ എന്ന് വിചാരിച്ചാൽ കടുകില്ലാത്ത പച്ചടി കേട്ടോ. അങ്ങനല്ല, പച്ചടി ഉണ്ടാക്കാൻ നോക്കിയ ടൈമിൽ കടുകില്ലാത്ത കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഇതാ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഒക്കെ കേട്ടോ ഞാനിപ്പോൾ ഒഴിക്കാറ്. പിന്നെ ചട്ടിയിലായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണക്ക് അത്ര വലിയ ആവശ്യവും ഇല്ല. അങ്ങനെ ഇതാ മീൻ കറി ഒരു സൈഡിലായിട്ടുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, വെണ്ടക്ക വറവും ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സംഗതി ഇന്നത്തെ ഉച്ചയൂണ് കുശാൽ തന്നെയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളാരും മറക്കണ്ട. എൻ്റെ ഈ കുഞ്ഞു ബിസിനസ്സിൽ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഞാൻ നല്ലപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറേ പേരെ മുന്നിൽ എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കേണ്ട അവസ്ഥ കൂടി ഉണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയത്. പക്ഷേ ലൈഫല്ലേ, പലതും സംഭവിക്കാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും നമ്മളെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതാ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കഴിക്കട്ടെ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നിപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.